അപ്പം 50% എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ലിസ്റ്റ് കയറും എന്നുള്ളത്. പിന്നെ കിട്ടിയതെല്ലാം ബോണസാണ്. ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്, ആ ബുദ്ധിമുട്ടിൻ്റെ പുറത്താണ് എനിക്കിതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയത്. ജോലിയില്ലാതിരിക്കുന്ന സൊസൈറ്റി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്തിനാ ജോലി, അവിടെ നിന്നാൽ പോരെ എന്നാണ് ആ ഒരു 5 മിനിറ്റ് എന്നോട് ഇന്ററാക്ട് ചെയ്ത ഒരാൾ പറയുന്നത്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 95ാം റാങ്ക് നേടിയ ദേവികയാണ്. കൊല്ലത്ത് നിന്നുള്ള ദേവികയോട് നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കൂടുതൽ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ദേവിക. ഹായ് സർ. ദേവിക, ഈ കൊല്ലം 95ാമത്തെ റാങ്ക്, ഇത്രയും നല്ലൊരു റാങ്ക് ഇത് പ്രതീക്ഷിച്ചിരുന്നോ എക്സാം കഴിഞ്ഞപ്പോൾ? ഇല്ല സർ, കാരണം UPSC മെയിൻസ് പരീക്ഷയും ഇന്റർവ്യൂ സ്റ്റേജും ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ പരീക്ഷ ഈ സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോയവരുമായിട്ട് എനിക്ക് അങ്ങനെ ഡയറക്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇല്ല. അവരുടെ ആൻസർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അവരുടെ ഇന്റർവ്യൂ സ്റ്റോറീസ് ഞാൻ അത്ര ഡയറക്റ്റ് ആയിട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഫീൽഡുമായിട്ട് എനിക്ക് അത്ര കോണ്ടാക്ട് ഇല്ലായിരുന്നു, എൻ്റെ പ്രിപ്പറേഷൻ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റിൽ കയറുന്നുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് എത്ര ശതമാനം പ്രതീക്ഷിച്ചിരുന്നു. അപ്പം 50% എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ ലിസ്റ്റ് കയറും എന്നുള്ളത്. പിന്നെ കിട്ടിയതെല്ലാം ബോണസാണ്. ഭയങ്കര സന്തോഷമുണ്ട് സർ. ഇപ്പൊ പ്രിപ്പറേഷൻ ഓൺലൈൻ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ റീസൺ എന്താ? സർ, ഓൺലൈൻ ഫെസിലിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കോവിഡ് സമയത്ത് ആണ് പ്രിപ്പറേഷനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നതും KS-നൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പം ആ സമയത്ത് എല്ലാ പ്രിപ്പറേഷനും ഓൺലൈൻ രീതിയിലായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന് നിൽക്കുന്നതിലും എനിക്ക് വീട്ടിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം, കൊല്ലത്ത്. അപ്പം ഏറ്റവും കംഫർട്ടബിൾ എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്നതായിരുന്നു. അപ്പം അതിന് ഏറ്റവും സൗകര്യം ഓൺലൈൻ തന്നെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ KS-ന് പ്രിപ്പയർ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ദേവിക ആദ്യം PSC-ക്കും KS-നും ഒക്കെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജേർണിയെ കുറിച്ച് പറയാമോ? ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ വന്നിരുന്നോ? വന്നിരുന്നു സർ. അപ്പോൾ KS പരീക്ഷയാണ് ആദ്യമായിട്ട് എഴുതാൻ പ്ലാൻ ചെയ്തത്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങി സിവിൽ സർവീസിനെ പറ്റി ആലോചിച്ച സമയത്ത് KS ഇങ്ങനെ വന്നു. അപ്പോൾ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നി, അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ എക്സാം കുറേ കാലം കോവിഡ് ഒക്കെ ബന്ധപ്പെട്ട് 2 വർഷത്തോളം നീണ്ടു. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ലിസ്റ്റിൽ കാണുമ്പോഴും സന്തോഷമാണ്. കാരണം ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്ന്, സയൻസ് ഫീൽഡിൽ നിന്ന് വന്ന് ഞാനാണ് ഒരു തട്ടിക്കൂട്ടി പഠിച്ചാണ് KS-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ടും ലിസ്റ്റിൽ വരുമ്പോൾ ഒരു തരം സന്തോഷമായിരുന്നു. ഫൈനൽ ലിസ്റ്റിലും ഉണ്ട് 40 to 46 ആണെന്നാണ് എൻ്റെ റാങ്ക്. പക്ഷെ അപ്പോയിൻമെന്റ് വന്നില്ല. അപ്പോൾ ഈ ഒരു റാങ്ക് വരുമ്പോൾ തന്നെ കേരളത്തിൽ ഇത്രാമത്തെ റാങ്കാണ്, അതൊരു തരം ധൈര്യമാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു ധൈര്യം ഇതുകൊണ്ട് കിട്ടി. പിന്നെ KS-ന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് മറ്റ് PSC-കൾ എഴുതാമെന്ന് വിചാരിച്ചത്. PSC പറ്റി ഏകദേശം മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ KS-ലൂടെ കുറെ ചെയ്തു, അത് വെച്ചിട്ട് എഴുതാമെന്ന് വെച്ചിട്ട് ഒരു വർഷം പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ആ വർഷം ഉള്ളതുകൊണ്ട് അപ്പോൾ PSC പരീക്ഷകൾ എഴുതിയിരുന്നു. അപ്പോൾ PSC-യും UPSC-യും രണ്ടും പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ 2 പരീക്ഷകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതുപോലെ PSC പഠിച്ചാൽ UPSC-യോ UPSC പഠിച്ചാൽ PSC-യോ പഠിക്കാൻ എളുപ്പമാവോ? സർ, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. UPSC ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു പരീക്ഷയാണ്. ഒരു ഓഫീസർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഈ 3 സ്റ്റേജിൽ കൂടെ UPSC ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആണ്. PSC അത്ര കോംപ്രിഹെൻസീവ് അല്ല. ഒബ്ജക്റ്റീവ്, കൂടുതലും എക്സാംസ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. പിന്നെ സാറ് ചോദിച്ച പോലെ ഒരു എക്സാമിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പം UPSC നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് PSC-യുടെ ഒരു ഏകദേശം കേരള ടോപ്പിക്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും പറ്റി അറിവുണ്ടാവും. പിന്നെ UPSC പ്രിലിംസിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കേരള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുവിധം അറ്റൻഡ് ചെയ്യാൻ പറ്റും PSC-യുടെ. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, PSC-ക്ക് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജിയും UPSC എന്നുള്ള തട്ടിക്കൂട്ടും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവരെ ജയിക്കുള്ളൂ എപ്പോഴും. അപ്പം നമുക്ക് അവിടെ ജയിക്കാനുള്ള ഒരു ഭാഗ്യം അത്രയും വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. അപ്പം എനിക്ക് തോന്നുന്നു ആ കോമ്പറ്റീഷൻ അവിടെ അത്ര ഉള്ളത് കൊണ്ടാണ്. ഇപ്പം അത്രയും കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് UPSC-ക്കാർക്ക് PSC എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ. ദേവിക ഇപ്പോൾ പറഞ്ഞിരുന്നു ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, എനിക്ക് തോന്നുന്നു ഐസറിലാണ് പഠിച്ചത് അല്ലേ? സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സിവിൽ സർവീസസ്, അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് വരാൻ കാര്യം എന്താണ്?
സർ നാച്ചുറലായിട്ടും ഐസറിൽ നിന്ന് പഠിച്ചിറങ്ങി PhD തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എൻ്റെ ലാസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് PhD കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ PhD ഒക്കെ കിട്ടിയിരുന്നു, സ്കോളർഷിപ്പ് കിട്ടിയില്ല, പക്ഷെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പുറത്തു പോയി PhD ചെയ്യാന്നുള്ള തന്നെയായിരുന്നു ലക്ഷ്യം. ആ സമയത്താണ് എൻ്റെ ഫാദറിൻലോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുന്നത്. ഒരു ജോലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം PhD എടുക്കാൻ ഒരു 3 to 5 years ആവും. അപ്പൊ ആ സമയം കൊണ്ട് പഠിച്ച് ഒരു ജോലി കിട്ടിയാൽ അത് നല്ലതാണ്. അപ്പം ജോലി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലി സിവിൽ സർവീസ് ആണ്. അപ്പോൾ സിവിൽ സർവീസ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻ്റെ ഫാദറിൻലോയ്ക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. സിവിൽ സർവൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടുണ്ട്, ഉത്തർപ്രദേശിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ എക്സ്പോഷർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നീ ശ്രമിച്ചു നോക്കണം. അപ്പം ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ശ്രമിച്ചു നോക്കണം. അപ്പം അങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് ഒരു തീരുമാനം എടുക്കുന്നത്. ദേവികയുടെ ഹസ്ബൻഡ് അതിനെക്കുറിച്ച് അപ്പം എന്താ പറഞ്ഞത്? ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? പുള്ളി എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്? സർ, ഹസ്ബൻഡ് ഒരു എയർലൈൻ പൈലറ്റ് ആണ്. അന്ന് ഇവിടെ ഇന്ത്യയിൽ സ്പൈസ് ജെറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ പുള്ളി പുറത്താണ്, ഖത്താർ എയർവേസിലാണ്. അപ്പോൾ ഹസ്ബൻഡ് അതൊരു നാച്ചുറൽ ആയിട്ടൊരു കാര്യമായിരുന്നു, ഒരു ജോലി വേണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ എല്ലാ തരത്തിലും പഠിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് സർ. ദേവിക, ഈ റാങ്ക് വെച്ച് മോസ്റ്റ്ലി നമുക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഹസ്ബൻഡും പൈലറ്റ് ആണ്, ഹസ്ബൻഡും ഇപ്പോൾ പുറത്താണ് അല്ലേ? അപ്പോൾ ആർ യു എക്സൈറ്റഡ് അബൌട്ട് ജോയിനിങ് ഇന്ത്യൻ ഫോറിൻ സർവീസ്? അതെ സർ, ഒരുപാട് എക്സൈറ്റഡ് ആണ്. പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരു ജോലി, ഒരു സിവിൽ സർവന്റ് ആവുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന സർവീസ് തന്നെ എനിക്ക് വേണമെന്നില്ല, എന്ത് സർവീസ് ആയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഡാഫ് ഫില്ല് ചെയ്യുമ്പോൾ പോലും. പക്ഷെ ഫോറിൻ സർവീസ് കിട്ടുവാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് സർ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് വരാം. പ്രിലിംസിന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തു എന്ന് ദേവികയ്ക്ക് തോന്നിയ കാര്യം എന്തായിരിക്കും? സർ, എല്ലാവരും പറയുന്ന പോലെ UPSCയുടെ PYQ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ഫൗണ്ടേഷണൽ കണ്ടന്റ് ക്ലാസ് റൂം പ്രോഗ്രാമിലൂടെ കിട്ടും. ആ കണ്ടന്റ് പഠിച്ചതിന് ശേഷമാണ് ഫിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ ഒരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് എടുത്തത്. പക്ഷെ ആ ടെസ്റ്റിൽ എൻ്റെ മാർക്ക് 80s റേഞ്ചിലൊക്കെയാണ്. എൻ്റെ അറ്റംപ്റ്റ്സും കുറവാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ടന്റ് ഇത്രയും ഞാൻ പഠിച്ചു, ക്ലാസ് ടെസ്റ്റിന് വേണ്ടി റിവൈസ് ചെയ്തു, ഈ ടെസ്റ്റ് സീരീസിന് വേണ്ടി റിവൈസ് ചെയ്തു, എന്നിട്ടും എൻ്റെ സ്കോർ ഇത്രയിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ PYQ ചെയ്യുന്നുണ്ട്, പക്ഷെ PYQ ചെയ്യുമ്പോഴും PYQ മനസ്സിലാക്കാനായിട്ടൊരു അപ്രോച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് ടെസ്റ്റ് സീരീസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു PYQ സോൾവ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തു. അവർക്കൊരു MCQ ആപ്റ്റിറ്റ്യൂഡ് സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസ് ഫോളോ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ലോജിക്കലായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എക്സാമിനറിനെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. പിന്നെ ഈ PYQയുടെ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രിലിംസിന് ഞാനൊരു ഡിജിറ്റൽ നോട്ട് ഉണ്ടാക്കിയിരുന്നു. അത് കുറച്ച് പിക്ടോഗ്രാഫിക്കൽ നോട്ടൊക്കെയാണ്. അത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ, ഒന്ന് കണ്ടുപോകാനൊക്കെ, പ്രത്യേകിച്ച് എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയാസിൽ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ പ്രധാനമായിട്ട് GS പേപ്പറിന് വേണ്ടി പ്രിലിംസിന്റെ സമയത്ത് ചെയ്തത്. ഈ സ്ട്രാറ്റജി വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ അറ്റംപ്റ്റ് 83, 85 എന്നൊക്കെ ഉള്ളത് 95, 93, 95 ആയി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന 10 കൗണ്ടേ കൂടുന്നുള്ളൂ. പക്ഷെ എൻ്റെ സ്കോറ് 90, 100, 110, 130 വരെ എത്തിയിട്ടുണ്ട് പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ. അത് ഈ ഒരു UPSC ഒന്ന് മനസ്സിലാക്കിയതിലൂടെ സംഭവിച്ച കാര്യമെന്നാണ് എനിക്ക് തോന്നിയത് സർ. CSAT-ലായാലും ഞാൻ CSAT UPSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും 2 മണി മുതൽ 3 മണി അല്ലെങ്കിൽ 2 മണി തൊട്ട് 4 മണി വരെയുള്ള ടൈം സ്ലോട്ട് ജാനുവരി തൊട്ട് എന്നും PYQ സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ മാർച്ച് ആയപ്പോഴത്തേക്കും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് തീർന്നു. പിന്നെ മാർച്ചിന് ശേഷം തെറ്റിയ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പാടുള്ള ഏരിയാസോ ഒന്നും കൂടെ പോയി ചെയ്യുമായിരുന്നു. അപ്പം CSAT-ന് വേണ്ടി ഞാൻ PYQ നല്ല തറവായിട്ട് ചെയ്തിരുന്നു. 2023, 2022 കുറച്ച് ടഫായിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ക്ലാസ്സിലെ നോട്ട്സും ക്ലാസ്സിലെടുക്കുന്ന ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമായിരുന്നു. എത്ര വർഷത്തെ PYQs സോൾവ് ചെയ്തിട്ടാണ് ദേവിക? ഞാൻ ഒരു പബ്ലിക്കേഷൻ ഓർമ്മയില്ല, മൃണാൾ സാറിന്റെ ഒരു പ്രിലിംസിന്റെ PYQ ഒരു വലിയ ബുക്കുണ്ട്, ആൻസർ കീയും കൂടെ ഉള്ള. ആ ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം CSAT ഞാൻ അതിൽ തന്നെയാണ് ഫോളോ ചെയ്തത്. അതിൽ ഓരോ ടോപ്പിക് വൈസ് ഉണ്ട്. അപ്പം ഞാൻ ഹാഫ് ആൻ അവർ ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം 2 തൊട്ടും 2:30 വരെ ചെയ്തിട്ട് 2:30 തൊട്ടും 3 വരെ കീ നോക്കും. അപ്പം ഹാഫ് ആൻ അവർ ആണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ബുക്കിൽ തന്നെ ചെയ്യും. ചെയ്ത് പേജ് മറിച്ച് തന്നെ പോവായിരുന്നു. പക്ഷെ GSന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരാഴ്ച ഒരു വിഷയമാണ് ടെസ്റ്റ് എങ്കിൽ ആ വിഷയത്തിന്റെ PYQ ആ ബുക്കിലുണ്ട്, അത് ചെയ്യുമായിരുന്നു.
പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും 2018 മുതൽ 23 വരെയുള്ള UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 സെറ്റ് പ്രിന്റ് ഔട്ട് എടുത്തു. ഒരു സെറ്റ് കുറച്ച് നാൾ മുമ്പ്, അതായത് ഈ സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സോൾവ് ചെയ്തു, ഈ വീഡിയോ കണ്ടുകൊണ്ട് സോൾവ് ചെയ്തു. പിന്നെ ഒരു സെറ്റ് ഞാൻ വെച്ചിരുന്നു, അത് എക്സാമിന് 2 വീക്ക് മുമ്പ് ആ മസിൽ മെമ്മറിക്ക് വേണ്ടി ആ ടൈം 9 to 11, 2 to 4 ടൈമിൽ ചെയ്യാനായിട്ട് വെച്ചിരുന്നു. പലരും ഇപ്പൊ ദേവിക ചെയ്യുന്ന പോലെ പ്രിലിംസിന് വേണ്ടി ഒത്തിരി MCQs പ്രാക്ടീസ് ചെയ്യും. പക്ഷേ അതിലെ ഒരു അനാലിസിസ്, അതായത് എന്തുകൊണ്ട് എൻ്റെ ഉത്തരം തെറ്റി, അതുപോലെ എന്തുകൊണ്ട് എൻ്റെ ഉത്തരം ശരിയായി, അങ്ങനത്തെ ഒരു അനാലിസിസ് പലരും ചെയ്യാറില്ല. ദേവിക അങ്ങനെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിരുന്നു സർ. ഇത് പ്രിലിംസ് ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ, PCM കോഴ്സിന്റെ ഭാഗമായിട്ട് വീക്ക്ലി ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ 25 ക്വസ്റ്റ്യനിൽ 18 ശരിയാണെങ്കിൽ 18 ശരി, ബാക്കി ക്വസ്റ്റ്യൻസിന് ഓരോന്നും എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് ഞാൻ അന്നേ എഴുതുമായിരുന്നു. പക്ഷെ അത് വലിയ കാര്യമുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. പക്ഷെ അന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കുമായിരുന്നു. പിന്നെ തെറ്റിയ കാര്യം പിന്നെ തെറ്റിക്കൂലല്ലോ. അപ്പൊ ആ കണ്ടന്റ് അപ്പൊ സ്ട്രോങ് ആയി. അതേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് തെറ്റുന്നു, ഈ തെറ്റുന്നത് എന്തുകൊണ്ടാണ് തെറ്റുന്നത്, ഓരോ ഏരിയയിലും ഏതൊക്കെയാണ് തെറ്റുന്നതെന്ന് ഞാൻ കൗണ്ട് വയ്ക്കുമായിരുന്നു. അപ്പം ജോഗ്രഫി ഒക്കെ എനിക്ക് സ്ട്രോങ് ആണ്. അപ്പം ഒരു ഫുൾ ടെസ്റ്റിന് ജോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ തെറ്റി, 9 ക്വസ്റ്റ്യനോളം എനിക്ക് തെറ്റി. അതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ മിസ്റ്റേക്ക് ടേബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജോഗ്രഫിയിൽ 9 ക്വസ്റ്റ്യൻ മറ്റു തെറ്റിയെന്ന് എഴുതി ഹൈലൈറ്റ് ചെയ്ത് വെക്കും. കാരണം പിന്നെ ആ ഏരിയ ഒരു ലാഘവത്തോടെ കാണാതിരിക്കാനും കൂടെയാണ്. പിന്നെ ഈ കറക്റ്റ് നോട്ട് കറക്റ്റ് ഒക്കെ തെറ്റി അതൊക്കെ വലിയ ഗ്രേവ് ആയിട്ട് എററായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അതൊക്കെ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ടേബിളിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പൊ ഈ പെർഫോമൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു OneNote ഒരു പേജ് ഞാൻ തുടങ്ങിയിരുന്നു പ്രിലിം സ്റ്റേജിൽ. അതുപോലെ മെയിൻ സ്റ്റേജിലും ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ സ്റ്റേജിലും ഉണ്ടായിരുന്നു. അത് പ്രിലിം സ്റ്റേജിൽ പെർഫോമൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞ ആ പേജിൽ ഒരു ടേബിളിൽ എല്ലാ ഫുൾ ടെസ്റ്റിനെ അനാലിസിസ് ചെയ്യുമായിരുന്നു, CSAT. അപ്പൊ ഈ തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും പോയി റിവൈസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടോ? ഇല്ല സർ, വീണ്ടും പോയി റിവിഷൻ ചെയ്യില്ല. തെറ്റിയ കാര്യം നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ ഈ കറക്റ്റ് നോട്ട് കറക്റ്റ് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് വരുന്ന തെറ്റ്, കോൺസെപ്റ്റ് തെറ്റിയിട്ടുള്ള തെറ്റ്, പിന്നെ ചില ഏരിയാസിൽ ഒരുപാട് തെറ്റ്. അപ്പൊ ഇതിനൊരു ബ്രോഡായിട്ട് ഞാനൊന്ന് എഴുതി വെക്കും. പിന്നെ ഈ തെറ്റിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിലിംസ് ടൈമിൽ PYQ ടെസ്റ്റ് സീരീസ് ബേസ്ഡ് ഒരു നോട്ട് ഡിജിറ്റലി ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ തെറ്റുന്നത് അവിടെ എഴുതി വെക്കുള്ളായിരുന്നു. അത് എളുപ്പത്തിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ട്. ഇപ്പൊ തെറ്റുന്നതിന് എനിക്ക് പോയ കണ്ടന്റ് എഴുതി വെക്കുള്ളൂ സർ. നമുക്ക് പ്രിലിംസിന് ശേഷമുള്ള സ്റ്റേജാണ് മെയിൻസ് അല്ലെ? അപ്പൊ മെയിൻസിന് ദേവികയ്ക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തു എന്ന് തോന്നുന്ന സ്ട്രാറ്റജി എന്താ, എസ്പെഷ്യലി ആൻസർ റൈറ്റിംഗ്? സർ, ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത നോട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത്. അത് ചെറുതായിട്ട് വളരെ ക്രിസ്പ് ആയിരുന്നുകൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യാൻ പറ്റി. പിന്നെ ആൻസർ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ ഞാൻ ക്ലാസ് റൂം ചെയ്ത സമയത്ത് ആൻസേഴ്സ് എഴുതുമായിരുന്നു. അപ്പം UPSCയുടെ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ആൻസർ എഴുതുന്നൊരു രീതി ഇങ്ങനെ എഴുതി പ്രാക്ടീസ് വന്നു. അപ്പം മിനിമം ഒരു 2 ക്വസ്റ്റ്യൻ വെച്ച് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എഴുതുമായിരുന്നു. അത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എന്താണോ ആ ഏരിയയിൽ PYQ പോയി എഴുതുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ UPSCയുടെ ക്വസ്റ്റ്യനെ മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഉത്തരം എഴുതാനും, അതുപോലെ തന്നെ ഇങ്ങനെ കാട് കയറി പോവാതെ സിലബസിലോട്ട് സ്റ്റിക്ക് ചെയ്ത് നോട്ട് ഉണ്ടാക്കാനും ഈ ഒരു പ്രോസസ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ദേവിക്ക് ഈ കൊല്ലം എത്തിക്സിനും SAയ്ക്കും വളരെ നല്ല മാർക്കുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിനെ സ്ട്രാറ്റജി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എത്തിക്സിന് 125 മാർക്കുണ്ടല്ലോ, അതിന് ഇത്രയും നല്ല മാർക്ക് കിട്ടാൻ എന്താണ് വർക്ക് ചെയ്തെന്ന് തോന്നുന്ന സ്ട്രാറ്റജി? ഇതിന്റെ നോട്ട് മേക്കിംഗ് എങ്ങനെയായിരുന്നു? എന്താണ് ആൻസർ റൈറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരു അപ്രോച്ച്? സാർ, ഒരു ബേസിക് ഹാൻഡ് ഔട്ടിന്ന് ഒരു ഫൗണ്ടേഷണൽ നോട്ട് ഉണ്ടായിരുന്നു. ആ നോട്ടിലേക്ക് പത്രം വായിക്കുമ്പോഴും സോഷ്യൽ മീഡിയ കാണുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും ബെറ്റർ ഇന്ത്യയിൽ നിന്നും ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കും. SAയ്ക്കും എത്തിക്സിനും കൂടെ എനിക്ക് ഒരു നോട്ടായിരുന്നു ഉള്ളത് എവർ-നോട്ടിൽ. ഞാൻ GS4 എന്നൊരു നോട്ട് തുടങ്ങി, പക്ഷേ 2 ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ SAയിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ SA PYQ അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ കുറച്ച് ഹെഡ്സ് ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ കുറച്ച് ക്വാളിറ്റീസ്, ഹ്യൂമിലിറ്റി, ഇന്റഗ്രിറ്റി, അങ്ങനത്തെ ക്വാളിറ്റീസ് ഒക്കെ ഹെഡ്സ് ഓൾറെഡി ആദ്യമേ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇങ്ങനെ പത്രം വായിക്കുമ്പോൾ സുധാമൂർത്തിയുടെ ഒരു എക്സാമ്പിൾ കിട്ടുമ്പോൾ അത് ഹ്യൂമിലിറ്റിയുടെ അടിയിൽ എഴുതും. അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് പോയത്. ഈ നോട്ടിന്റെ അകത്ത് 3 വേറെ സബ്സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ് ആയിരുന്നു. അത് സൊസൈറ്റിക്കും കൂടെ ഉപയോഗിക്കാൻ, സൊസൈറ്റിക്കും സോഷ്യൽ ജസ്റ്റിസിനും കൂടെ ഉപയോഗിക്കാനുള്ള കണ്ടന്റും കൂടെ എഴുതാൻ, അതായത് കുറച്ച് എമ്പതി ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന, കുറച്ചൊന്ന് മനസ്സിൽ കൊള്ളുന്ന പോയിന്റ്സ് എഴുതാനായിട്ടാണ് ആ സെക്ഷൻ ഇട്ടിരുന്നത്. അപ്പൊ ഈ കണ്ടന്റ് ഇതെല്ലാം വാല്യൂ അഡിഷൻ പോയിന്റ്സ് ആണ്. ഇതാണ് SAയ്ക്കും എത്തിക്സിനും ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ എത്തിക്സിന് ആ ഫൗണ്ടേഷണൽ കണ്ടന്റ് വെച്ചിട്ട് ഉത്തരം എഴുതാൻ തുടങ്ങിയപ്പോൾ ഉത്തരം അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ടന്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ UPSCയുടെ ക്വസ്റ്റ്യൻ ഭയങ്കര പാടായിട്ട് തോന്നി. അപ്പൊ അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ പ്രിലിംസിന്റെ സമയത്തെ പോലെ തന്നെ യൂട്യൂബ് ചാനലിൽ പോയി തപ്പി PYQ എങ്ങനെ എഴുതുന്നതെന്ന് കുറച്ച് എത്തിക്സിന്റെ
പ്രത്യേകിച്ച് മെയിൻ സ്റ്റേജിൽ എത്തിക്സിന്റെ PYQ സോൾവ് ചെയ്യുന്നത് ഓൺ സ്ക്രീൻ കണ്ടു. അപ്പോഴാണ് എങ്ങനെയാണ് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്, വേരിയസ് ഡയമെൻഷൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. പിന്നെ ഡയഗ്രാം വരയ്ക്കാനും ഇതെല്ലാം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇതെല്ലാം പിന്നെ ഞാൻ നോട്ടിലും കൂടെ ആഡ് ചെയ്തു, കുറച്ച് ഡയഗ്രാംസ് ഒക്കെ വരച്ചു. വെൻ ഡയഗ്രാംസും ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് എഴുതുന്നതിന് വരെ അങ്ങ് ഡയഗ്രാം വരയ്ക്കും ലാസ്റ്റില്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും അത് എക്സാമിനറിന് കാണാനായിട്ട്. അതാണ് ഞാൻ എത്തിക്സിൽ ചെയ്തത്. എത്തിക്സിൽ ഞാൻ ഒരുപാട് PYQ മെയിൻ ടൈമിൽ ഒരുപാട് ചെയ്തു. ഇപ്പൊ GS സബ്ജക്ട്സിൽ PYQ ഓൾറെഡി ക്ലാസ്സിന്റെ സമയത്ത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കണ്ടന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് അത്രയും PYQ വർക്ക് ചെയ്യേണ്ടി വന്നില്ല. ബ്രെയിൻ സ്റ്റോമിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ടെസ്റ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പിന്നെ ഈ റിവിഷൻ ആയിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് കുറച്ചുള്ള ടൈം പീരീഡ്. നമുക്കിനി SA സ്ട്രാറ്റജിയിലേക്ക് വരാം. ഇപ്പം SAയ്ക്കും എത്തിക്സിനും ഓൾമോസ്റ്റ് സെയിം നോട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും SAയ്ക്ക് നമുക്ക് സ്ട്രക്ചർ ഉണ്ട്, ഫ്ലോ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ഇതിൽ ഏതായിരുന്നു ദേവിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഏതായിരുന്നു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള essay? കണ്ടന്റ് ഉള്ള essay ആണ് സർ ഹാപ്പി. അത് പ്രത്യേകിച്ച് GS ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ GS ടോപ്പിക്സ് essayയിൽ വരുന്നതായിരുന്നു എനിക്ക് ഹാപ്പി ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും എഴുതാൻ പറ്റുന്നത്. ഇപ്പൊ ഫുൾ ടെസ്റ്റുകൾ എഴുതിയ essayയിൽ വിമന്റെ റിലേറ്റഡ് ഒരു എസ്സേയും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരു എസ്സേ ഉള്ളൊരു കോമ്പിനേഷൻ ഞാനൊരു ഫുൾ ടെസ്റ്റിന് എഴുതി. അന്ന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫിലോസഫി അല്ലെങ്കിൽ അങ്ങനത്തെ എസ്സേസ് വരുമ്പോൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു സാർ. ഞാൻ എഴുതുമ്പോഴും അല്ലായിരുന്നു, എൻ്റെ ഫീഡ്ബാക്കുകളും അല്ലായിരുന്നു. പിന്നെ എസ്സേ ഉൾപ്പെടെ എല്ലാ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ് അതിൻ്റെ മാർക്ക്, എനിക്ക് കിട്ടുന്ന മാർക്ക്, പിന്നെ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇതെല്ലാം ഞാൻ ടേബിൾ ഉണ്ടാക്കി എഴുതി വെക്കുമായിരുന്നു. പ്രിലിംസിന്റെ പോലെ തന്നെ എഴുതി വെക്കും. അപ്പൊ ഫുൾ ടെസ്റ്റിന് മുമ്പ് അതൊന്നും കൂടെ വായിക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം, കാരണം 2 ക്വസ്റ്റ്യൻ എഴുതാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ലാസ്റ്റ് എക്സാം വരെ അവസാനം 18 നിൽക്കുകയായിരുന്നു ഞാൻ. അതിൽ നിന്ന് അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടൈം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ചില ക്വസ്റ്റ്യനിൽ അറിയാത്ത ക്വസ്റ്റ്യനിലൊക്കെ കണ്ടന്റും കൂടെ. അപ്പം എനിക്ക് മെയിൻസിന്റെ എൻ്റെ പെർഫോമൻസിന്റെ അനാലിസിസ് ആ പേജിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ടൈമിന്റെ ഇഷ്യൂ തന്നെയായിരുന്നു. നമ്മൾ പ്രിലിംസും മെയിൻസും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഓൾറെഡി കവർ ചെയ്തു. ഇനി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അപ്പോൾ ദേവികയുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ജേർണി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സർ, മെയിൻസ് എക്സാം കഴിഞ്ഞ് ഒക്ടോബറിൽ തന്നെ ഞാൻ ഡാഫ് 2 പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തു. ഒരു സാമ്പിൾ ഡാഫ് പ്രിന്റ് ഔട്ട് എടുത്തു. പിന്നെ കുറച്ച് യൂട്യൂബിലെയും ടെലിഗ്രാം ചാനൽസിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഡാഫ് ഫില്ലിങ്ങിനൊക്കെ പറ്റി ഒന്ന് മനസ്സിലാക്കി. ആ ഒക്ടോബർ കഴിഞ്ഞിട്ടുള്ള നവംബർ സമയത്ത് എൻ്റെ ഡാഫിൽ എഴുതേണ്ട പോയിന്റ്സിന്റെ ഒക്കെ ഒരു വലിയ ഫോർമാറ്റ്, ഇപ്പം 7th എൻട്രി ആണെങ്കിൽ 7th എൻട്രി എയിൽ എത്ര എഴുതാൻ പറ്റുന്ന എല്ലാം ഓർത്ത് എഴുതി വെച്ചിരുന്നു, റഫായിട്ട് എഴുതി വെച്ചിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെ വേർഡിങ് വരണ്ടേ, വേറൊന്നും ചെയ്യില്ലാത്തതുകൊണ്ട് ഇതൊക്കെ കുറെ കണ്ട് ഡാഫിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു. റിസൾട്ട് വരുമ്പോൾ കിട്ടോ ഇല്ലേന്ന് അറിയില്ലായിരുന്നു ശരിക്കും. പിന്നെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡാഫ് അനാലിസിഷൻസ് ഉണ്ട്. ഞാനിവിടെ അച്യുത് സാറിനെ ഒന്ന് കണ്ടു. ഡാഫ് അനാലിസിഷൻസ് സാർ ഇരുന്ന് ഓരോ എൻട്രിയും ഇത് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, കൂടുതൽ എന്താണ് എഴുതേണ്ടത്, ഏതൊക്കെയാണ് മാറ്റേണ്ടതെന്നൊക്കെ സാർ പറഞ്ഞു തന്നു. ഡാഫ് സബ്മിഷൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പേടിയാണ് എന്നാ ഡേറ്റ് വരുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇന്റൻസീവ് ആയിട്ട് ഡേറ്റ് വരുന്ന പീരീഡ് വരെ ഒരുപാട് ഇപ്പൊ ഡാഫിൽ പറ്റുന്നിടത്തോളം പ്രിപ്പയർ ചെയ്തു. GS കണ്ടന്റ്, അത് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം, ഇതെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഡേറ്റ് വന്നപ്പോൾ സമാധാനമായി, ഏപ്രിലേ ഉള്ളൂ. അങ്ങനെ പിന്നെ സാവകാശം, അതിനു മുമ്പ് തന്നെ ഈ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ ഫോർച്യൂണിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് സാവകാശം ഞാനിവിടെ ഡാഫ് അനാലിസിസിന് വന്നു. എന്നിട്ട് അച്യുത് സാറുമായിട്ട് ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അച്യുത് സാർ പറഞ്ഞു ഏപ്രിലല്ലേ ഉള്ളൂ, സമാധാനമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഓരോ ഏരിയാസ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ കേരള പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഡാഫിൽ നിന്ന് കേരള പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഓരോ 7th എൻട്രിയിൽ ഓരോന്ന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇന്റർവ്യൂ സമയത്ത് എൻ്റെ നോട്ട്സ് ഫുൾ ഡിജിറ്റലായിരുന്നു. ഓരോ കീവേഡ്സും ഒരു പേജ് ഉണ്ട്, ആ പേജിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നോട്ട് ഉണ്ടായിരുന്നത് സർ. അത് തന്നെയാണ് യഥാർത്ഥ ഇന്റർവ്യൂവിനും അതൊന്ന് ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇന്റർവ്യൂ ആ ഏരിയാസ് തന്നെയായിരുന്നു ചോദിച്ചത്. അപ്പം ആക്ച്വൽ UPSC ഇന്റർവ്യൂ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതെന്തായിരുന്നു? സർ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഏപ്രിൽ വരെ സമയമുള്ളതുകൊണ്ട് നല്ല എൻജോയ് ചെയ്ത് പിയർ മോക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയപ്പോൾ. അപ്പം ഇത്രയും കാലം ഓൺലൈൻ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏപ്രിലിൽ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പിക്ചേഴ്സിൽ മാത്രം കണ്ടുള്ള UPSC ഹൗസൊക്കെ ആദ്യമായിട്ട് കാണുക.
പിന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അറിഞ്ഞു സഞ്ജയ് വർമ്മ സാറാണ് എൻ്റെ ബോർഡ്, എൻ്റെ പ്രസിഡന്റ് എന്ന് ബോർഡിന്റെ. അപ്പോൾ സാറിനെ കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇന്റർവ്യൂ റൂമിൽ കയറി വളരെ ആദ്യത്തെ ചോദ്യം 10 മലയാളികളുടെ പേര് പറയുമെന്നാണ്. സാർ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓരോ ഏരിയാസിൽ നിന്നാണ് പറഞ്ഞത്, എന്നെ ചുമ്മാ 1, 2, 3 പറയാതെ ഇന്ന ഫീൽഡിലെ ഇന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറും കൂടെ ഇൻവോൾവ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ലേണിംഗ് അബൌട്ട് ന്യൂട്രീഷൻ ആയിരുന്നു. അപ്പം ലാസ്റ്റ് ഇരുന്ന ആ മാം എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ പണ്ടൊക്കെ കേൾക്കുമല്ലോ ഒരു ആഹാര സാധനം ഭയങ്കര മോശം, പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവും അത് നല്ലതാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇപ്പം മോശമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും അറിയാമോ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെപ്പോഴും ആദ്യം ഓർമ്മ വന്നത് അമ്മ എപ്പോഴും പറയുമായിരുന്നു, പണ്ടൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെയാണ് എനിക്ക് പിന്നെ വായിച്ചു നോക്കി മനസ്സിലായി അതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളുടെ. കാരണം കോക്കനട്ട് ഓയിൽ വളരെ ഹെൽത്തിയാന്ന് ഇപ്പം പല സ്റ്റഡീസിലും ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ തന്നെ കാണാം. അപ്പൊ ഞാൻ കോക്കനട്ട് ഓയിലിന്റെ കാര്യം അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന രീതിയിലൊരു എക്സാമ്പിളും കൂടെ ആയിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഇന്ററാക്ഷൻ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിരുന്നു. കല്യാണത്തിന് ശേഷം ജോലി, ഒരു കരിയർ, അങ്ങനത്തെ ഒരു സ്വപ്നം ഉപേക്ഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല പഠിപ്പുണ്ടായിട്ടും ജോലിക്ക് പോകാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ദേവിക കല്യാണത്തിന് ശേഷവും എന്തായാലും ഒരു ജോലി വേണം എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എവിടെ നിന്നാണ് ഈ ഒരു നിശ്ചയദാർഢ്യം വന്നത്? എങ്ങനെയാണ് അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയത്? സോ 2 കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ സ്കൂളിൽ മുതലേ കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ്. അപ്പൊ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി വേണം, നല്ലൊരു ജോലി വേണം. ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസർവ് ചെയ്യുന്നു എന്ന് എൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിലും വർക്കിംഗ് സ്ത്രീകൾ ജോലിക്ക് പോയിരുന്നു. സ്ത്രീകൾ കുടുംബത്തിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് അടുക്കളയിൽ മാത്രം നിൽക്കുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ മാത്രം നോക്കുക മാത്രമല്ല, ഇതെല്ലാം ചെയ്യുന്ന സ്ത്രീകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇത് ഒരിക്കലും നോർമലൈസ് ചെയ്യല്ല, സ്ത്രീകൾ ഇങ്ങനെ വേണം എന്നല്ല സർ പറയുന്നത്. പക്ഷെ ജോലി വേണം, എല്ലാ സ്ത്രീകളും തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജോലി വേണം എന്ന് ഞാൻ കുഞ്ഞിലേ കണ്ടിട്ടുണ്ട്. അമ്മയായാലും എൻ്റെ മദർ ഇൻ ലോ ആയാലും എല്ലാവരും ജോലിക്ക് പോകുന്നു. ജോലി അവർക്ക് ഒരു എംപവർമെന്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ കല്യാണത്തിന് ശേഷം ജോലിയില്ലാതെ നിന്ന സമയത്ത് എനിക്കത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്, ആ ബുദ്ധിമുട്ടിന്റെ പുറത്താണ് എനിക്കിതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ജോലി ചെയ്യാതെ നിന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ? അപ്പൊ അത് ആ ഒരു സൈക്കോളജിക്കലി എന്റെ പൊട്ടൻഷ്യലിനൊത്ത് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണോ? അതുപോലെ ഇപ്പം ജോലി ചെയ്യാത്തത് സൊസൈറ്റി നോർമലൈസ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? സർ, സൈക്കോളജിക്കലി തന്നെയായിരുന്നു ബുദ്ധിമുട്ട്, ഫിനാൻഷ്യലിയോ മറ്റു രീതിക്കോ ഒന്നും അല്ല. പിന്നെ സൈക്കോളജിക്കലി, പിന്നെ സൊസൈറ്റിയും ഇങ്ങനെ ചോദിക്കും ജോലി ചെയ്യുന്നില്ലേ, ആ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്നെ ഏറ്റവും അലക്ട് ചെയ്ത് എനിക്ക് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയതും സ്വന്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം തന്നെയാണ് സർ. അപ്പം പക്ഷെ ജോലി ഇല്ലാതിരിക്കുന്നത് സൊസൈറ്റി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ റാൻഡം ആയിട്ട് കാണുന്ന ആൾക്കാർ പോലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊച്ചിയിൽ വെച്ച് ദോഹയ്ക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ ചെന്നപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ ഒരു പോലീസുകാരനാണ്. ഇപ്പൊ ഇപ്പം പോലീസുകാർ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കും. അതിട്ട് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും, ഇനി താൻ എന്തിനാ പഠിക്കുന്നത്, ഇനി തനിക്ക് എന്തിനാ ജോലി? അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ അല്ല, ഞാനിവിടെ നാട്ടിലാണ്, ജോലിക്ക് ശ്രമിക്കുകയാണെന്ന്. ഇനി തനിക്ക് എന്തിനാ ജോലി, അവിടെ നിന്നാ പോരെ എന്നാണ് ആ ഒരു 5 മിനിറ്റ് എന്നോട് ഇന്ററാക്ട് ചെയ്ത ഒരാൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നേ. ഒരു ജോലി എനിക്ക് വേണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ട് സർ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം ഫാമിലിയിൽ തന്നെ ഇനി ജോലി വേണ്ടല്ലോ, ഇനി മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇനി കുട്ടികളാണ് വേണ്ടത് എന്നുള്ള തലത്തിലാണ് ഫാമിലിയിലും ചുറ്റുമുള്ളവരും ഒക്കെ ആഗ്രഹിക്കുന്നത്. ജോലി എന്നുള്ളത് ഒരു സ്ത്രീക്ക് വേണ്ട, എന്നാ ഇല്ലാത്തവരെ ഇങ്ങനെ കുത്തിവെപ്പിക്കുകയും ചെയ്യും. ഇത്രയും ലിറ്ററസി ഉള്ള, ഇത്രയും എല്ലാ ഫീൽഡ്സിലും എസ്പെഷ്യലി അക്കാഡമിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ റാങ്ക്സ് കൂടുതലും പെൺകുട്ടികൾക്കാണ് കേരളത്തിൽ കിട്ടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ജോലിയുടെ കേസ് വരുമ്പോൾ ഒരു പിന്നോട്ട് ഉള്ള ഒരു ബലമുള്ളത്? സർ, കുറെ കാരണമുണ്ട്. എനിക്ക് മുനി സാർ ക്ലാസ്സിൽ ഈ ടോപ്പിക് എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ ടൈമിൽ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്.
കാരണം ഇപ്പം വീട്ടിൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നില്ല, ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്കത് പാടായിരിക്കില്ലേ. പിന്നെ പഠിച്ച് ജോലി നേടുക, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക പാടാണ്. അത് സൊസൈറ്റി പേപ്പറിൽ, സോഷ്യലിസ്റ്റ് പേപ്പറിലൊക്കെ ഡബിൾ ബേർഡൻ, ട്രിപ്പിൾ ബേർഡൻ എഴുതും. അത് തന്നെയാണ് കാര്യം എന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എൻ്റെ ഫാമിലിയിലായാലും ജോലിക്ക് പോവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഷെയറിങ് ആ സൈഡിൽ നിന്നും കൂടെ, പാർട്ട്ണറിന്റെ സൈഡിൽ നിന്നും കൂടെ വരാത്തത് കൊണ്ടാണ്. ഇതൊരു ബ്ലെയിമിങ് അല്ല, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ് സാർ. വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു. ഇപ്പോ സർവീസിലേക്ക് കയറിയതിന് ശേഷം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തെടുക്കണം, അങ്ങനെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? സർ, നല്ലൊരു ഓഫീസറായിട്ട് തുടരണം. അതായത് കുറച്ച് ഈ UPSC ജേർണി നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും, കുറെ വാല്യൂസ് പഠിപ്പിക്കും. അതൊക്കെ അതിലൊന്നും കോട്ടം വരാതെ മുമ്പോട്ട് പോകണം. പിന്നെ കുറച്ച് എനിക്ക് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പങ്ക്ച്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന അത്ര സിമ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ ആഗ്രഹങ്ങൾ. അതൊക്കെ വെച്ച് മുമ്പോട്ട് പോകണം. ഇനി ജേർണിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നതെന്ന് അറിയില്ല സാർ, പക്ഷെ എല്ലാം സിൻസിയറിറ്റിയോടെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു UPSC ആസ്പിറന്റിന് വേണ്ട ഒരു ടോപ്പ് 3 ക്വാളിറ്റീസ് എന്ന് ചോദിച്ചാൽ ദേവിക എന്തായിരിക്കും പറയാ? ഇപ്പൊ സാർ, ഞാൻ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്ത് ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത ആളാണ്. അപ്പൊ എൻ്റെ പ്രിപ്പറേഷനിലൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയ 3 കാര്യങ്ങൾ പറയാം സാർ. അതിൽ ഏറ്റവും ആദ്യം തീർച്ചയായിട്ടും പരീക്ഷ മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും ഈ ടേബിളിലേക്ക് തിരിച്ച് വന്ന് ഇരുന്ന് പഠിക്കണം. പിന്നെ ഒരേ കാര്യം പിന്നെയും പിന്നെയും പഠിക്കണം. പിന്നെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു സിസ്റ്റം വേണം, ഒരു പ്രോസസ്സ് വേണം, ഒരു ടൈം ടേബിൾ വേണം. ഇതൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ തന്നെയാണ് സർ. എനിക്ക് മൂന്നാമതായിട്ട് തോന്നുന്നൊരു കാര്യം, UPSC എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓഫീസർ ഉണ്ട്. ആ ഓഫീസർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് ആണ് UPSC ഈ 3 സ്റ്റേജിൽ കൂടെ നോക്കിയെടുക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, UPSC റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഗവൺമെന്റിന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഗവൺമെന്റിന്റെ രീതിക്ക് കുറച്ച് അഡാപ്റ്റബിൾ ആയ ടോളറൻസ് ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഞാൻ പിടിച്ച അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് UPSCക്ക് പറ്റില്ല. ഇത് 3ആണ് സാർ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. UPSC ജേർണിയിൽ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, ഇപ്പോൾ ഡിസിപ്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ സ്ട്രെസ് മാനേജ്മെന്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ദേവികയുടെ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്തായിരുന്നു? സ്ട്രെസ് ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഓഫ് ഓൾ? അത് പിന്നെ എങ്ങനെ മാനേജ് ചെയ്തത്? സ്ട്രെസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു സാർ. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിരുന്നത് ബ്രേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇപ്പം പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരാഴ്ചയിൽ 4 to 5 hours ഉറപ്പായിട്ടും ബ്രേക്ക് എടുക്കും. മിക്കവാറും അത് ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും. ടെസ്റ്റ് എഴുതി കീ നോക്കി കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ 4-5 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അപ്പോൾ ഈ ബ്രേക്ക് ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ സാർ, ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഡാഫിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തിരുന്നു. അത് ഞാൻ ചൂസ് ചെയ്തത് ഡോട്ട് മണ്ടാല ആർട്ടായിരുന്നു. എൻ്റെ ഡാഫിൽ ഞാൻ വെക്കാനും പറ്റി. എനിക്ക് ക്വസ്റ്റ്യനും വന്നിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഫോക്കസ് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മാറി മൈൻഡ്ഫുൾ ആയിട്ട് കുറച്ച് നേരം 1/2 an hour 1 hour ഇരിക്കാൻ പറ്റുമായിരുന്നു. അത് ഞാനൊരു മന്ത്ലി 1-2 പ്രാവശ്യം ചെയ്യുമായിരുന്നു. എന്താണ് ഈ ഡോട്ട് മണ്ഡല ആർട്ട്? അതൊന്ന് പറഞ്ഞുതരാമോ സർ? മണ്ഡല ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ നമ്മൾ വരയ്ക്കുന്നതിനാണ് പറയുന്നത്. ട്രഡീഷണലി അത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഡോട്ട് മണ്ഡല ആർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡോട്ട്സ് അല്ലെങ്കിൽ ഡ്രോപ്പ്, ഈ 2 ഷേപ്പ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? എന്തിൽ വേണമെങ്കിലും പെയിന്റ് ചെയ്യാം. ശരിക്കും ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ആദിത്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുട്ടിക്ക് ഒരു റെക്കോർഡ് കിട്ടി. ഇത്ര അധികം മണ്ഡല ആർട്ട് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഞാൻ കണ്ടത്. ഇത്രയധികം മണ്ഡല ആർട്ട് ചെയ്തു. ഈ കുട്ടി ഉപയോഗിച്ചത് CD ആണ്. ഇപ്പൊ നമുക്ക് വെറുതെ വീട്ടിൽ കിടക്കുന്ന കാര്യമാണ് CD. അപ്പൊ CD എടുത്തിട്ട് അതിൽ ഞാൻ ബ്ലാക്കോ വൈറ്റോ ഒരു ബേസ് പെയിന്റ് അടിക്കും. എന്നിട്ട് മണ്ഡാലയ്ക്കായിട്ടുള്ള ടൂൾസ് ഉണ്ട്, ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. നമ്മുടെ പെന്നിന്റെ ബാക്ക് അല്ലെങ്കിൽ ഞാൻ പെയിന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ പെയിന്റ് ബ്രഷസ് ഉണ്ട്. പെയിന്റ് ബ്രഷസിന്റെ ബാക്ക് സൈഡ് പല സൈസിൽ ഡോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ടൂത്ത് പിക്ക്, അങ്ങനെയുള്ള വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് CD തന്നെയാണ് ഞാൻ മണ്ഡല ആർട്ട് ചെയ്തത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം ബോർഡ് അതിനകത്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ചില കാര്യങ്ങളിലൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് ഇതൊരു മോഡേൺ അഡാപ്റ്റേഷൻ ആണ് ഈ ട്രഡീഷണൽ മണ്ഡല ആർട്ടിന്റെ. അപ്പം അത് 2 ഉപയോഗമുണ്ട് അല്ലേ? ഒന്ന് ഇന്റർവ്യൂവിൽ പറയാനൊരു ഹോബിയായി, 2 സ്ട്രെസ് റിലീവിങ്ങും എനിക്ക് തോന്നുന്നു ഫോക്കസും എല്ലാം കൂടും അല്ലേ? ഫോക്കസ് കൂടും. അതെ സർ. ഈ ബ്രേക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അപ്പൊ ബ്രേക്ക് ടൈമിൽ ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്തിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരാൻ പാടില്ല. നേരത്തെ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ
സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് വരുന്നത് ഫോണിൽ കൂടെയാണ്. അതെ ആൻഡ് ഇപ്പോൾ 1-2 തവണ ദേവിക യൂട്യൂബ് ഉപയോഗിക്കുന്ന കാര്യം പറയുന്നു. അപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതെ അതെ പക്ഷേ ആവശ്യമില്ലാത്ത ഈ എക്സാമിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അധികം ടൈം പോവില്ല എന്നെങ്ങനെ എൻഷുർ ചെയ്ത്? സർ, തലേ ദിവസം തന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു നോട്ടിൽ ഞാൻ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കും. അപ്പൊ അതെന്തായാലും എനിക്ക് ചെയ്തു തീർക്കണം. അത് എന്നിട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ടിക്ക് ചെയ്യും. അപ്പൊ ടിക്ക് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖമാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു യൂട്യൂബ് വീഡിയോ പഠനാവശ്യത്തിനായിട്ട് കണ്ടാലും റീൽസ് അല്ല ഷോർട്സ് സ്ക്രോൾ ചെയ്ത് പോവാതിരിക്കാൻ ഒരു അക്കൗണ്ടബിലിറ്റി ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് അടുത്തിരിക്കുന്ന സമയത്ത് വല്ല ഷോർട്സ് സ്ക്രോൾ ചെയ്താൽ ഒരുത്തരം പേടിയൊക്കെ ഉണ്ടാകുമായിരുന്നു. അതെനിക്ക് മാത്രമാണോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് അതങ്ങ് നിർത്തും. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം നോക്കണമെങ്കിൽ പോലും എൻ്റെ വെബ്സൈറ്റ് വഴി കയറുള്ളായിരുന്നു, ആപ്പ് ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഫേസ്ബുക്ക് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. വാട്സപ്പും യൂട്യൂബും ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. യൂട്യൂബ് ഇങ്ങനെ, പിന്നെ ഫുഡ് ഡിന്നർ കഴിക്കുമ്പോൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കാണുമായിരുന്നു. അത് ഡെയിലി ബ്രേക്ക് എടുക്കുന്ന എൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ ഡാഫിൽ ഉണ്ടായിരുന്നല്ലോ ലേണിംഗ് അബൌട്ട് ന്യൂട്രീഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം. ഈ പഠന കാലഘട്ടത്തിൽ ഫുഡിൽ എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫുഡ് എക്സാമിനേഷൻ ടൈമിൽ എടുത്തിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ ന്യൂട്രീഷൻ ഇഷ്ടപ്പെടാൻ കാരണം ഞാനൊരു ഡയറ്റീഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്ത്, ഒരു ന്യൂട്രീഷനിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ജേർണി കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ജേർണി കൂടെ കടന്നു പോകുമ്പോഴാണ് ന്യൂട്രീഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഒക്കെ അതിന് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞു തന്ന കുറേ അറിവുകൾ എനിക്കുണ്ട്. പിന്നെ കുറേ ഡൗട്ട്സ് ഉണ്ടായി. ആ പ്രോഗ്രാം 6 മാസം കൊണ്ട് കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ തന്നെയായിട്ടുള്ള ഡൗട്ട്സ് ഞാൻ ഇൻ്റർനെറ്റിലൂടെയൊക്കെ തപ്പിയും അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോസ് കണ്ടൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് വെച്ച കാര്യം ഈ ഒരു ഡയറ്റ് പ്ലാൻ, ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് പ്ലാൻ എക്സാമിനേഷൻ പീരീഡിലും ഞാൻ ഫോളോ ചെയ്യുമെന്നുള്ളത് തന്നെയായിരുന്നു. എക്സ്ട്രാ ആയിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുക ഒന്നുമില്ല. പക്ഷെ ടെൻഷൻ വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങ് മാക്സിമം കൺട്രോൾ ചെയ്തിരുന്നു. കാരണം വേറെ ഇപ്പം പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നവരെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ തുടങ്ങി, പ്രത്യേകിച്ച് മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ ഒക്കെ സമയത്ത് കൈ ഇഞ്ചുറി ഒന്നും വരാതിരിക്കും വെയിറ്റ്സ് ഒന്നും എടുക്കത്തില്ലായിരുന്നു. ഞാൻ എല്ലാം കൊണ്ടെൻ്റെ അടുത്ത് വെക്കും, പക്ഷെ എനിക്ക് പേടിയാണ് കൈക്ക് എന്തെങ്കിലും ഇഞ്ചുറി വരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഏറ്റവും ഫോക്കസ് ചെയ്തത് എൻ്റെ ഡയറ്റിൽ തന്നെയായിരുന്നു. അതായത് ഹെൽത്തി ആയിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു കഴിക്കുന്നത്. പോർഷൻ സൈസ് കുറയ്ക്കും, കൂടുതൽ ഫൈബറും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും. അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്തത്. പിന്നെ ഞാൻ പ്രിലിംസിന് മുമ്പ് ഒരു കാര്യം ചെയ്തിരുന്നത്, ഞാൻ രാവിലെ പ്രോട്ടീൻ ആയിട്ട് എഗ് വൈറ്റ് കഴിക്കും. അപ്പം ഒരു കാർബൈറ്റായിട്ട് ഇഡ്ഡലി ദോശ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും. പക്ഷെ പ്രിലിംസിന് വിശക്കാതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും കൂടെ എക്സാം ദിവസം എക്സ്ട്രാ എന്തെങ്കിലും കൂടെ പ്രോട്ടീൻ കഴിക്കുമായിരുന്നു. ഇപ്പം സാധാരണ 2 എഗ് വൈറ്റ് ആണെങ്കിൽ അന്ന് 3 എഗ് വൈറ്റോ 4 എഗ് വൈറ്റോ കഴിക്കും, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടില്ല. ഇപ്പം മെയിൻസിന്റെ സമയത്ത് ഫുഡ് ഞാൻ വിമൻസ് കോളേജിൽ കൊണ്ടുപോയിട്ടിരുന്നാണ് കഴിച്ചത്. അപ്പം അന്ന് ഞാൻ കഴിച്ചിരുന്നത് ഒരു ചപ്പാത്തി, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സബ്ജി, എന്തെങ്കിലും ഒരു കറി, പിന്നെ മിക്കവാറും പനീറായിരുന്നു എൻ്റെ പ്രോട്ടീൻ. ഇത്രയാണ് അന്ന്. പിന്നെ ഒരു സാലഡും, അതായത് ക്യാരറ്റ് ക്യാബേജ്, ഇതായിരുന്നു അന്ന് വിമൻസ് കോളേജിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ, അതായത് ഒരു ഫസ്റ്റ് ടൈം ആസ്പിറന്റ് ഇപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ദേവിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? സർ, ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഈ പരീക്ഷയെ മനസ്സിലാക്കണം. എല്ലാവരും പറയുന്ന, ഈ ലിസ്റ്റിൽ എത്തിയിട്ടുള്ളവർ എല്ലാവരും പറയുന്ന കാര്യമാണ് പരീക്ഷ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളത്. കാരണം സിലബസ് വളരെ വാസ്റ്റാണ്. അപ്പം സിലബസിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെയും പരീക്ഷയെ മനസ്സിലാക്കണം. പിന്നെ ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോഴേ UPSC ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, UPSCക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പരീക്ഷയെ മനസ്സിലാക്കുക ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടണം. ഇപ്പം ഒരുപാട് കഴിവുള്ള ആളോ അങ്ങനെ ഉള്ള ആൾ ആവണമെന്നൊന്നുമില്ലല്ലോ നിങ്ങൾ. സാധാരണ ഒരാളായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടാൽ അവസാനം നിങ്ങളുടെ ഗോളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇത്രയാണ് സർ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ദേവിക. വളരെ രസമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റും ഫുഡിനെ കുറിച്ചുള്ള ഡിസ്കഷനും കോക്കനട്ട് ഓയിലിൻ്റെ കാര്യമല്ല. സോ താങ്ക് യു once again. Thank you so much. Fortune IAS Academy. More than just an academy.